ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതാക്കണേ, ഞാൻ ഇന്ന് നമ്മളെ ഒരു നാടൻ ഫാമിലിയുടെ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. ഞാനേ വീടൊന്ന് ഹോം ടൂർ ചെയ്യാണ്. ആയിക്കോട്ടെ. എന്താ വീടിൻ്റെ അഭിപ്രായം? അപ്പോൾ അതാക്കണേ, ഇതിലെങ്ങനെ വന്നാൽ ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ടാണ് കേട്ടോ. മാഷാ അല്ലാഹ്, സിറ്റ് ഔട്ടൊക്കെ അടിപൊളിയാണ്. കുറേ വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ അതങ്ങനെ കയറി കഴിഞ്ഞാൽ ദാ ഹാള്, നല്ല അടിപൊളി ഹാളാണ് കേട്ടോ. അത്യാവശ്യം ഒരു 10-50 ആൾക്കൊക്കെ ഉഷാറായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഹാളാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് ഇങ്ങനെ കോണി, അവിടെ ഒരു ബാത്റൂം. പിന്നെ നേരെ പോകുന്നത് അമ്മൻ്റെ റൂമാട്ടത്. ഇതാണ് കണ്ടില്ലേ അമ്മൻ്റെ റൂം. അമ്മ അവിടെ ഇല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അമ്മ വരും ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞാട്ടോ. അപ്പോൾ ഇത് അമ്മൻ്റെ റൂം. പിന്നെ നേരെ ഇത് പൂജാ റൂമാണ്. കണ്ടില്ലേ, അവിടെ പൂജാ റൂമാണ്. പിന്നെ നേരെ ഇതാക്കള് ഷിജിൻ്റെ റൂം കണ്ടോ. അപ്പോൾ ഇതാണ് ഷിജിൻ്റെ റൂം. അപ്പോൾ 2 റൂമാണ് കേട്ടോ. ഇത് രണ്ടും അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തും ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, അമ്മയൊക്കെ ഇനിയിപ്പോൾ രാത്രിയൊക്കെ വിളിക്കുകയാണെങ്കിലും ഷിജിക്ക് ഓടി ചെല്ലാനും പറ്റണം. അങ്ങനെ ഒരു ഇതാണ് ഇല്ല ഷിജിയെ. ഇങ്ങനെ 2 റൂം അപ്പുറം ആയതുകൊണ്ടേ അതൊരു സുഖമാണ് അറിയും. പിന്നെ ഇതാക്ക നേരെ ഞാൻ അടുക്കളയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ. ഹോം ടൂർ ചെയ്തിട്ടുണ്ടോ വീട്? എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഷിജി എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയാമോ കരുതിയിട്ട് ഞാൻ മാണ്ട 100 വട്ടം പറഞ്ഞു കേട്ടോ. എന്നിട്ട് എനിക്ക് ഓറഞ്ച് ജ്യൂസ് തരികയാണ്. ഞാൻ ചുറുക്കൂടും കേട്ടോ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചാൽ. അപ്പോൾ ഇതാക്കണ് നേരെ അടുക്കളയിലേക്ക് വന്നിക്കാണ് കേട്ടോ. അവിടെ ഇവിടെ ഇതൊക്കെ വെച്ചിരിക്കണം. വാഷിംഗ് മെഷീൻ പുറത്തുനിന്ന് വീണ്ടും അതെന്തേ? ഇനി പിന്നെ അടുക്കള ശരിയാക്കിയിട്ട് വെക്കാല്ലേ. അപ്പോൾ കുപ്പികളൊക്കെ നല്ല രസമല്ലേ കുപ്പികളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് പറഞ്ഞില്ല. അപ്പോൾ ഇത് അടുക്കളല്ല, ഇതിനെന്താ പറയാ? അങ്ങനെയാണല്ലേ. ഇനി ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കൂല, ഭക്ഷണം കഴിക്കാനുള്ളൊരു ആള് പോലെ അങ്ങനെ കൊണ്ടുപോയിക്കൂലേ. പിന്നെ ഇതാണ് കേട്ടോ, അത് കുഴപ്പമില്ല, ഇവരൊക്കെ കാണുന്ന ആൾക്കാരല്ലേ. ഇതാണ് ഓളെ ഒറിജിനൽ അടുക്കള ഉണ്ടല്ലേ. ഇതാക്കണം എൻ്റെ വണ്ടി. ഇവിടെയൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീടും വീട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പിനിങ്ങനെ മുകൾക്ക് പോയാൽ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ വെച്ചിരിക്കണം കേട്ടോ. സ്റ്റൂള്, പിന്നെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ചട്ട, അങ്ങനെയൊക്കെ വെച്ചേക്കാം കേട്ടോ. ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. മുകൾക്ക് നല്ലോണം പടുത്ത് സീറ്റിട്ടിട്ടില്ല. ഇത് കുറച്ചും കൂടി ഇവിടെയൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ ഇങ്ങനെയായല്ലോ എന്നില്ല ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങളും. അവരൊക്കെ ഇനിയിപ്പോൾ അടുക്കളൻ്റെ പണിയുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് ഇവരെ ചെയ്ത നമ്പർ കിട്ടുമെന്നൊക്കെ. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്തേക്കണം അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. നല്ലൊരു അടിപൊളിയിലാണ് കേട്ടോ ഈ ഒരു സാധനം അവർ ഫിറ്റാക്കി റെഡിയാക്കി കൊടുത്തിട്ടുള്ളത്. അവരെ കുടുംബക്കാരനെയാണ് ചെയ്തേക്കണത്. പിന്നെ ഇതാക്കുന്ന സോഫ ഇടാനൊക്കെ നല്ലൊരു സ്ഥലമായിട്ടോ ഇവിടെ. നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഷിജിയെ TV നമ്മളെ വാസേട്ടൻ്റെ എന്തായാലും അടിപൊളി TV. അങ്ങനെയൊക്കെ. ഈ മേശ തന്നെ പൈസ അയച്ചാൽ നോക്കൂലേ? ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. എന്താ ചേച്ചിൻ്റെ പേര്? ബിന്ദു ചേച്ചിയാ? ശരി. വാഷിംഗ് മെഷീനും കിട്ടിയപ്പോൾ അല്ലേ? തന്നൂല്ലേ? മാഷാ അല്ലാഹ്. ഇത്രങ്ങോനം എനിക്ക് തിരുമ്പാണ്ടാവൂലേ. ഫാൻറ്റും ഇതൊക്കെ ഒക്കെ കല്ലുമ്പോൾ തിരുമ്പുമ്പോൾ ഗതികേടല്ലേ. ഇനിയിപ്പോൾ അവിടെ തന്നെ വെച്ചാലും ഗതികേടാണല്ലേ, വെയിലും മഴയും തിരിച്ചൊക്കെ. എന്നാൽ എനിക്ക് ജ്യൂസ് തരിക. അപ്പം ഞാൻ ഒരു വിരുന്നാരത്തി എന്നല്ല കേട്ടോ, കാരണം ഇവിടെ അടുത്തുള്ളതുമാണ്, എപ്പോഴും വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നല്ല പുതിയ ക്ലാസ്സിൽ തന്നെ കേട്ടോ ജ്യൂസ് തരുന്നത്.
ഷിജി എല്ലാവരും പോയി അങ്ങനെ ഇരിക്കൂല ഷിജിയെ. ഏതായാലും അങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കൾ. അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടിക്കൂല്ലേ? കാരണം വീട് എല്ലാവരും കണ്ട ആൾക്കാരനെ. കാരണം ഓണാക്കിക്കോ, പിടിച്ച് ഓണാക്കിക്കോട്ടോ, അല്ലെങ്കിൽ ആകെ അത്ര മതി. ഇത് ശരിക്കും അരിച്ചാതാണ് കുടിക്കണം അല്ലേ? അതല്ലേ ടേസ്റ്റ്? ഞാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇന്ന്. അവിടെ കറങ്ങി എഴുതിയിട്ടില്ല ചേച്ചിയെ. ഇപ്പം അതുകൊണ്ട് മൊമെൻ്റ് നിങ്ങളെ കുടുംബക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ അതിനും പോകണ്ടല്ലേ, നേരെ ഇവിടുന്ന് വീട്ടിൽ പോകാല്ലേ. അല്ലെങ്കിൽ വണ്ടൂര് പോകണം, ചെട്ടിയാറമ്മ. ആ കടയ്ക്ക് ഞാൻ പോകലുണ്ടേ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, സോണ ഇടവണ്ണ അറിയോള്. നല്ലൊരു മൊമെൻ്റ് തന്നീനി അവിടുന്ന്. ആ മൊമെൻ്റോ കൊണ്ടുവരാൻ വേണ്ടി എന്നോട് പറഞ്ഞു നിങ്ങൾ വണ്ടൂർ ഇന്നെ കടയിലേക്കൊന്ന് പോയിട്ടോ പറഞ്ഞു. എന്തിനാണെന്ന് ഇവള് പറഞ്ഞില്ല. എന്നാൽ അത് മൊമെൻ്റോ കടയാണോന്ന് എനിക്കറിയില്ല. ഇവള് വഴി പറഞ്ഞു, പൂക്കളെന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടൂർ, അങ്ങനെ അങ്ങനെയൊക്കെ. അതിൽ ഞാൻ മോനെ വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞു എവിടെയാണ് ആ കട. അപ്പോൾ ഓരും പറഞ്ഞു തന്നു. പിന്നെ എണ്ണീൻ്റെ അവിടേക്ക് എത്തണ മുന്നേ, എണ്ണി അറിയണ പോലെ പെങ്ങൾ അവിടേക്ക് എത്തണ മുന്നേ വലത്തേ ഭാഗത്തുണ്ട് ഒരു കട. അതാണ്. അപ്പോൾ ചെന്നപ്പോൾ ഈ വലിയൊരു ഇതാണ് ആ കുട്ടിയുടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടാടെ നമുക്കങ്ങനെ ഒരു പിന്നെ ബർത്ത്ഡേക്കോ ഗിഫ്റ്റ് കിട്ടി അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കൂല ആർക്കും, നമുക്ക് ഇങ്ങോട്ട് കിട്ടൂല. നമുക്കതിന് ശീലമായിട്ടില്ല. ഇഞ്ചപ്പാക്കൊക്കെ ബർത്ത്ഡേ വെച്ചറിയണ തന്നെ കീറയാണ്, ഇഷ്ടമല്ല. പറയേ ഒരു വയസ്സ് കൂടല്ല കുറയാണ്. ആ ഒരു ഓർമ്മയിൽ നിങ്ങൾക്ക് വേണ്ടേ അറിയും. ജനുവരി 26 ഐസുവിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അന്ന് ഞാൻ ബർത്ത്ഡേ കഴിച്ചിട്ട് എഴുതുമ്പോൾ ആ ദിവസപ്പാക്കറിയും മന അയക്കൂല പോരാ, മനി നാത്തുകൂട്ടിനെ അയക്കൂല പോരാൻ. ഒരു ഫസ്റ്റത്തെ ബർത്ത്ഡേക്കാണ് നിങ്ങളാ കൂടിയിരിക്കുന്നത്. രണ്ടാമത്തൊന്നും പിന്നെ അങ്ങനെ അങ്ങോട്ട് ഒരു സംഭവം ആക്കിയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ തീരെ ഉണ്ടാക്കിയിട്ടില്ല. അനിയത്തി ഏട്ടത്തി ആരൊക്കെ ഓരോ ഉടുപ്പ് വാങ്ങി തന്നല്ലാതെ അതൊന്നും പരിപാടി ഉണ്ടാക്കിയിട്ടല്ലോ. ഓരോ കൊണ്ടിട്ട് വന്നിക്കുക. അവർക്ക് പിന്നെ അറിയാമല്ലോ ഡേറ്റ്. മാനുവിനും ഇഷ്ടമല്ല കേട്ടോ ബർത്ത്ഡേ ഉണ്ടാക്കണേ, ഇഷ്ടമല്ല. മാനുവിനും അങ്ങനെ ഇഷ്ടമല്ല. തണുപ്പ് വേണ്ട, എനിക്ക് തണുപ്പ് പറ്റില്ല. നമ്മൾ ജ്യൂസ് കുടിച്ച് പോകട്ടെ. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. ഞാൻ ഷിജിൻ്റെ ജ്യൂസ് മധുരം ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഒക്കെ ഒന്ന് നോക്കട്ടെ. ഇരുന്ന് തന്നെ കുടിക്കാമല്ലോ ഷിജെ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. കുടിക്കട്ടെ കേട്ടോ. എന്നാൽ ശരി കേട്ടോ മക്കളെ, ഇത് കുടിച്ചിട്ട് വല്ല പോകാൻ നോക്കട്ടെ.